JSK ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. ഈ സിനിമ കാണാനുള്ള ഏറ്റവും വലിയ കൗതുകം എന്ന് പറയുന്നത് റിലീസിന് മുമ്പ് ഉണ്ടായിട്ടുള്ള കുറച്ച് വിവാദങ്ങളാണ്. എന്താണ് ആ വിവാദത്തിന്റെ ഒക്കെ അടിസ്ഥാനം എന്ന് ഒന്ന് അറിയണമെന്നുണ്ടായിരുന്നു. എന്തിനാണ് സെൻസർ ബോർഡ് ഇത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്, എന്താണ് ഇവർ സിനിമയിൽ കണ്ട വലിയ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് അറിയുക എന്നുള്ളത് കൂടി ഈ സിനിമ ആദ്യ ദിവസം തന്നെ കാണുക എന്നുള്ളതിന്റെ ഒരു ഉദ്ദേശമായിരുന്നു. ഇപ്പൊ എനിക്ക് മനസ്സിലായത് ഇത് സിനിമയുടെ അണിയറ പ്രവർത്തകരുടെ തന്നെ ഒരു പ്രൊമോഷൻ ഗിമ്മിക്കായിട്ടാണ്. കാരണം ഈ സിനിമയിൽ എന്തെങ്കിലും ഒരു തരത്തിൽ ഏതെങ്കിലും ഒരു സംഘടനയോ ഏതെങ്കിലും ഒരു പാർട്ടിയെയോ ഒരു വിഭാഗത്തെയോ ഒന്നും ഒരു തരത്തിലും ബാധിക്കുന്ന രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളും ഈ സിനിമയിൽ ഇല്ല. എന്നിട്ടും ജാനകി എന്നൊരു പേര് ഉപയോഗിച്ചു എന്നുള്ള രീതിയിൽ പ്രശ്നങ്ങൾ മനഃപൂർവ്വം സൃഷ്ടിച്ചതുപോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം സിനിമയിൽ അങ്ങനെ ഒരു ജാനകി എന്നൊരു പേര് വരുമ്പോഴേക്ക് സെൻസർ ബോർഡിന് ഇത്ര വലിയ പ്രശ്നങ്ങളൊക്കെ വന്നു എന്നൊക്കെ കാണുമ്പോൾ തന്നെ ആർക്കും സിനിമ കണ്ട ആർക്കും സംശയം തോന്നാം ഈ സിനിമയിൽ വേറെ ഏതെങ്കിലും ഒരു തരത്തിൽ അങ്ങനെ ഏതെങ്കിലും ഒരു വിഭാഗത്തെ ടാർഗറ്റ് ചെയ്ത രീതിയിലോ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളും ഈ സിനിമയെ സംബന്ധിച്ച് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു പ്രൊമോഷണൽ ഗിമ്മിക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. സിനിമയിലേക്ക് വന്നാൽ നമ്മൾ എത്രയോ തവണ കണ്ടു പഴകിയ ആ സബ്ജക്റ്റ് ഒന്നുകൂടെ എടുത്ത് പോളിഷ് ചെയ്ത് ഇറക്കിയതുപോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അതേ ടെംപ്ലേറ്റിലുള്ള ഒരു സിനിമ വീണ്ടും മറ്റൊരു ബാക്ക്ഗ്രൗണ്ടിൽ പറഞ്ഞു എന്നതിനപ്പുറത്തേക്ക് സിനിമയിൽ വലിയ പുതുമയൊന്നും തോന്നില്ല. സിനിമയുടെ കഥയിലേക്ക് വന്നാലും തന്നെ ഒരു പുരോഹിതൻ പീഡിപ്പിച്ചു എന്നുള്ള ഒരു കന്യാസ്ത്രീയുടെ പരാതി പൊളിറ്റിക്കൽ പ്രഷർ കാരണം അവിടുത്തെ ഉദ്യോഗസ്ഥർ പരിഗണിക്കാൻ മടിക്കുന്നു. അപ്പോൾ അവിടുത്തെ ഒരു റെപ്യൂട്ടഡ് ലോയർ ആയിട്ടുള്ള ഡേവിഡ് അബേൽ എന്ന സുരേഷ് ഗോപി അവതരിപ്പിക്കുന്ന കഥാപാത്രം ഈ കേസ് ഏറ്റെടുത്ത് വാദിക്കാൻ ഒരു ശ്രമം നടത്തും. അപ്പോൾ അത് തടയാൻ ക്രിസ്തീയ സഭയിലെ ഉന്നത പുരോഹിതർക്ക് വേണ്ടി MLA അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇടപെടും. അപ്പോൾ ഫലമില്ലെന്ന് മനസ്സിലാക്കി ഉദ്യോഗസ്ഥർ ജാനകി എന്ന പെൺകുട്ടിയുടെ റേപ്പ് കേസും അതിന്റെ ഭാഗമായി ജാനകിയുടെ അച്ഛന്റെ മരണവും ഡേവിഡ് ആബേൽ കാരണമാണ് ഉണ്ടായതെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കും. ഈ ജാനകിയുടെ കേസ് തന്നെ കൊടുക്കാൻ വേണ്ടി സർക്കാർ കെട്ടിച്ചമച്ചതായിരിക്കുമെന്ന് തെറ്റിദ്ധാരണയിൽ ജാനകിയുടെ എതിർഭാഗത്തിന്റെ വക്കീലായിട്ട് ഈ സുരേഷ് ഗോപിയുടെ ഡേവിഡ് ആബേൽ ആ കേസ് ഏറ്റെടുത്തിട്ട് ആ എതിർഭാഗത്തിന്റെ പ്രതികളെ എല്ലാം രക്ഷിച്ചെടുക്കും. പിന്നീട് ജാനകിയുടെ കേസ് ജനുവിനാണെന്ന് മനസ്സിലായി തെറ്റ് തിരുത്തിക്കൊണ്ട് ജാനകിക്ക് നീതി വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യും. ഇതാണ് സിനിമയുടെ ബേസിക് പ്ലോട്ട്. എത്രയോ സിനിമകൾ നമ്മൾ കണ്ടിട്ടുള്ള കഥ തന്നെയാണ് പുതിയ കുപ്പിയിലേക്ക് സംവിധായകൻ മാറ്റി എന്ന് മാത്രമാണ് എനിക്ക് തോന്നിയത്. നല്ലൊരു പേസിലൊക്കെ തന്നെയാണ് സിനിമ തുടങ്ങിയത്. സുരേഷ് ഗോപിയുടെ കിടിലൻ ഡയലോഗുകളൊക്കെ ആയിട്ട് തന്നെയാണ് പടം തുടങ്ങിയത്. ഇത് നല്ലൊരു ലെവലിലേക്കാണ് പടം പോകുന്നത് എന്നുള്ളൊരു ഫീലൊക്കെ ഫസ്റ്റ് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ജാനകിയുടെ ഒരു സെഗ്മെന്റ് തുടങ്ങിയപ്പോൾ ജാനകിയുടെ ഫ്ലാഷ് ബാക്ക്, ജാനകിയുടെ റേപ്പ് സീൻ, അതിന്റെ ബാക്ക്ഗ്രൗണ്ട്, ആ അന്വേഷണം, പ്രതികളെ പിടിക്കൽ, ആ ഒരു എപ്പിസോഡ് കുറച്ചൊന്ന് പിന്നെയും ഒരു ലാഗ് ഫീൽ ചെയ്തു, കുറച്ചൊന്ന് ഡൗൺ ആയി. പക്ഷെ വീണ്ടും വിചാരണക്ക് വേണ്ടിയിട്ട് സുരേഷ് ഗോപി പ്രതികളുടെ വക്കീലായിട്ട് വീണ്ടും കോടതിയിലേക്ക് എത്തുന്ന ആ സീന് മുതൽ ഇന്റർവെൽ സീന് വരെ പടം വേറെ ലെവലിലേക്ക് പോയിട്ടുണ്ട്. സുരേഷ് ഗോപിയുടെ കിഡിലൻ പെർഫോമൻസ് ആയിരുന്നു ആ ഒരു പോർഷനിൽ. ഇന്റർവെല്ലിന് തൊട്ട് മുമ്പുള്ള ആ ഒരു കോർട്ട് റൂം സീനൊക്കെ സുരേഷ് ഗോപി ലിറ്ററലി കത്തിച്ചിട്ടുണ്ട്. കിഡിലനായിട്ടൊരു പോയിന്റിൽ തന്നെയാണ് അതിന്റെ ഇന്റർവെല്ലിൽ വന്ന് നിർത്തിയതും. എന്നാൽ സെക്കൻഡ് ഹാഫിലേക്ക് വന്നാൽ പിന്നെയും പടം ഒന്ന് ഡൗൺ ആവുന്നുണ്ട്. ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോഴേക്കും ആ ഫ്ലോ മൊത്തത്തിൽ അങ്ങ് പോയി. ഒരു എഫക്റ്റും ഇല്ലാത്തൊരു ക്ലൈമാക്സ് ആയിപ്പോയി. കാരണം ഒരു പ്രത്യേക ടീം, നമ്മൾ എത്രയോ സിനിമകളിൽ റേപ്പിസ്റ്റ് ആയിട്ട് സ്ഥിരം നമ്മൾ കാണിച്ചു വെക്കുന്ന ഒരു ടീം, ഒരു വിഭാഗത്തിൽപ്പെട്ട ആള് തന്നെയാണ് ഈ സിനിമയിലും റേപ്പിസ്റ്റ്. അതിലൊന്നും ഒരു ഇമ്പാക്റ്റും കിട്ടിയില്ല. പിന്നെ ആകെ ഈ സംവിധായകനൊക്കെ ക്യാരക്ടറും ഇമോഷൻസും ഒന്നും അല്ല കൂടുതൽ ശ്രദ്ധിച്ചത്. കൂടുതലും നമ്മുടെ സർക്കാരിനെ എല്ലാ മേഖലകളിലും എന്ത് സീന് വരുമ്പോഴും സർക്കാരിനെ ഒന്ന് വിമർശിക്കാം, സർക്കാരിനെ എങ്ങനെ വിമർശിക്കാം, സർക്കാർ വെറും ഉടായ്പാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കാനാണ് കൂടുതലും ശ്രദ്ധിച്ചതെന്നാണ് എനിക്ക് തോന്നിയത്. അതിന്റെ ക്ലൈമാക്സിൽ ഒരു തമാശയുണ്ട്. ഫസ്റ്റ് ഹാഫിൽ തെറ്റിദ്ധാരണയുടെ പുറത്താണെങ്കിലും ജാനകിക്ക് നീതി നിഷേധിച്ച ഡേവിഡ് ആബേൽ തന്നെ ക്ലൈമാക്സിൽ വന്ന് പറയുകയാണ് സർക്കാരാണ് ജാനകിക്ക് ഈ ദുരവസ്ഥ ഉണ്ടാക്കിയെന്ന്. അത് നല്ലൊരു തമാശയായിരുന്നു. സത്യത്തില് ഈ സിനിമയിൽ സുരേഷ് ഗോപി കുറച്ചൊന്ന് വിജിലന്റ് ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുന്നത് ഫസ്റ്റ് ഹാഫിൽ തന്നെ പടം ഒന്ന് തീർന്നു കിട്ടിയേനെ. എപ്പോഴും പിന്നെ ക്ലൈമാക്സ് ഉണ്ടാവണല്ലോ, സിനിമയ്ക്ക് സെക്കൻഡ് ഹാഫ് ആണല്ലോ. പിന്നെ ക്ലൈമാക്സിൽ തീപ്പൊരു ഡയലോഗോ അല്ലെങ്കിൽ കോർട്ട് റൂം സീനൊക്കെ സുരേഷ് ഗോപിയിൽ നിന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ അതൊന്നും ഇല്ലാതെ ഒരു ആക്ഷൻ സീനാണ് നമുക്ക് കിട്ടിയത്. ആ ആക്ഷനിലാണ് പഴയ ആക്ഷൻ കിങ് സുരേഷ് ഗോപിയെ അല്ല, കൂടുതൽ ഗ്രൂപ്പിനെയാണ് ഞാൻ. പെർഫോമൻസിലേക്ക് വന്നാൽ സുരേഷ് ഗോപി നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷെ സുരേഷ് ഗോപിയെ സംബന്ധിച്ച് ഇതൊരു വലിയൊരു ചാലഞ്ചിങ് റോളൊന്നുമല്ല. സുരേഷ് ഗോപി നമ്മൾ സ്ഥിരം കാണുന്ന രീതിയിലൊക്കെ തന്നെയുള്ള ഒരു റോളാണ്. അദ്ദേഹം അത് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ സ്ക്രീൻ ടൈം വളരെ കുറവായിരുന്നു. അദ്ദേഹം ഫസ്റ്റ് ഹാഫ് ഇന്റർവെല്ലിനോട് അടുക്കുമ്പോഴാണ് ജാനകിക്കെതിരെ വാദിക്കാൻ വരുന്ന ഒരു പോർഷനിലാണ് സുരേഷ് ഗോപിയുടെ മെയിൻ സീക്വൻസ് വരുന്നത്.
പിന്നെ വീണ്ടും സുരേഷ് ഗോപി വരുന്നു. ആ കോർട്ട് റൂം സീനിൽ സുരേഷ് ഗോപി നന്നായിട്ട് സ്കോർ ചെയ്തിട്ടുണ്ട്. സുരേഷ് ഗോപി നമുക്കറിയാം, സുരേഷ് ഗോപിയുടെ ഒരു സേഫ് സോൺ ആണ് അങ്ങനെയുള്ള രംഗങ്ങൾ. സുരേഷ് ഗോപി അത് വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആ ഇന്റർവെല്ലിലേക്കൊക്കെ അടുക്കുമ്പോൾ നല്ലൊരു ഇന്റർവെൽ സീനൊക്കെ നല്ല ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി പോകും. പിന്നെ മറ്റുള്ളവരുടെ പെർഫോമൻസിലേക്ക് വന്നാൽ അനുപമ ഫൈറ്റ് ചെയ്ത് ജസ്റ്റിസ് വാങ്ങിയെടുക്കുന്ന അങ്ങനെയൊന്നുമില്ല. ജാനകി ഇതിൽ ഫുൾ ടൈം ഒരു മന്ദിച്ച് നിൽക്കുകയാണ്, ഒരു വിക്ടിമായി ഇങ്ങനെ ഒരു സൈഡിൽ നിൽക്കുക എന്നല്ലാതെ ജാനകിക്ക് ഇതിൽ എന്തെങ്കിലും പെർഫോം ചെയ്യാനുള്ള ഒരു വേഷമൊന്നും ഉണ്ടായിട്ടില്ല. ജാനകി ഒരു വിക്ടിം എന്നുള്ള രീതിയിൽ ഇങ്ങനെ കോർട്ടിൽ വരിക, ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുക, അത്ര തന്നെ. അല്ലാതെ ഒരു ഫൈറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടർ ഒന്നുമല്ല ജാനകി. മോശമില്ലാത്ത രീതിയിൽ, അത് ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം എല്ലാ ക്യാരക്ടറുകളും ഒരു ടിപ്പിക്കൽ രീതിയിലാണ് അസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള ഏതെങ്കിലുമൊക്കെ ക്യാരക്ടറൊക്കെ തന്നെ ആയിരിക്കും ഇതിലുള്ള ഓരോ ക്യാരക്ടർ. നമ്മൾ മറ്റേതെങ്കിലും സിനിമയിലൊക്കെ കണ്ട ഒരു ക്യാരക്ടറിന്റെ പേര് മാറ്റി പുതിയൊരു ക്യാരക്ടർ ഉണ്ടാക്കിയെന്ന് പോലെയാണ് തോന്നുക. പിന്നെ സിനിമയിൽ എടുത്തു പറയേണ്ട ക്യാരക്ടർ എന്ന് പറയുന്നത് നമ്മുടെ നെപ്പോ സ്റ്റാർ മാധവ് സുരേഷിന്റെ പെർഫോമൻസ് ആണ്. അദ്ദേഹം മാത്രമാണ് ഇതിൽ കുറച്ചൊരു നമുക്ക് ഒരു പിടിയും തരാതെ അഭിനയിച്ചത്. കാരണം അദ്ദേഹം കൺഫ്യൂസ്ഡ് ആയിട്ട് അഭിനയിക്കുമ്പോൾ നമുക്ക് തന്നെ കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട്, അദ്ദേഹത്തിന് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ എന്നുള്ളത്. അദ്ദേഹത്തിന്റെ ഇമോഷൻസ് എന്താണ് അദ്ദേഹം കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവാത്ത രീതിയിലാണ് അദ്ദേഹം ഓരോ രംഗങ്ങളിലും അഭിനയിച്ചിരിക്കുന്നത്. എല്ലാ എക്സ്പ്രഷൻസും ഒരേ എക്സ്പ്രഷൻ ഇട്ട് അദ്ദേഹം പിടിച്ചു നിന്നിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ റോളിന്റെ പ്രസക്തിയും എനിക്ക് മനസ്സിലാകുന്നില്ല. ആ എഴുതിയെടുക്കുന്ന അദ്ദേഹത്തിന്റെ ഡയലോഗുകളും അദ്ദേഹത്തിന്റെ സീനും അങ്ങ് കട്ട് ചെയ്താൽ ഈ സിനിമക്ക് ഒരു വ്യത്യാസവും വരാനില്ല. ഈ സിനിമയുമായിട്ട് അദ്ദേഹത്തിന് ഒരു ബന്ധവും ഇല്ല. അച്ഛന്റെ മകൻ എന്നുള്ളത് തന്നെയാണ് ഈ സിനിമയിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആവശ്യകത എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അസ്കർ അലി, ആസിഫ് അലിയുടെ ബ്രദർ അസ്കർ അലി ഇതിലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അതും ഈ പറഞ്ഞ പോലെ ഒരു ലോ ബഡ്ജറ്റ് ആസിഫ് അലിയെ സിനിമയിൽ കിട്ടിയ ഒരു ഫീലായിരുന്നു. പിന്നെ കുറെ അവിടെ ഇവിടെ ആയിട്ട് ഓരോരോ ക്യാരക്ടറുകൾ വന്നു പോകുന്നുണ്ട്. അതൊക്കെ എല്ലാം ഒരു തങ്ങി നിൽക്കുന്ന ഒരു മനസ്സിലിങ്ങനെ നന്നായിട്ടുണ്ടെന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടറുകളോ ഒന്നുമില്ല. മൊത്തത്തിൽ ഒരു നിർഗുണ ത്രില്ലർ എന്ന് വേണമെങ്കിൽ പറയാം. നിർവികാര ത്രില്ലർ, നിർഗുണ ത്രില്ലർ എന്നൊക്കെ ആയിരിക്കും ഈ സിനിമക്ക് പറ്റിയ ഒരു വെർഡിക്റ്റ്.